കഷ്ടത സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണെന്ന് എഴുതിയിട്ടുണ്ട്. കാരണം ഇതിലൊക്കെ പിടിച്ചു നിന്ന് കഴിഞ്ഞാൽ ജീവകിരീടമാണ് കർത്താവ് തരാൻ പോകുന്നത്. സോ ഐ എം റിയലി ഹാപ്പി ഫോർ യു. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ മോർണിംഗ് ഗ്ലോറി. എല്ലാ പ്രേക്ഷകരെയും പുതിയ ഒരു സെറ്റ് ഓഫ് എപ്പിസോഡ്സിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഈ ആഴ്ചയിൽ നമ്മൾ ബ്രദർ ഡാമിൽ നിന്ന് ചില പുതിയ സന്ദേശങ്ങൾ കേൾക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ഈ സമയത്ത് ഒരുക്കാം. ഈ സമയത്ത് ലൈവ് ചാറ്റിൽ നിങ്ങൾക്ക് ഇൻട്രാക്ട് ചെയ്യാനുള്ള സമയമാണ്. ഗുഡ് മോർണിംഗ് പറയാം, പ്രൈസ് ദി ലോർഡ് പറയാം. അപ്പോൾ തന്നെ നിങ്ങൾ എവിടെ നിന്നാണ് ജോയിൻ ചെയ്യുന്നത് അത് ലൈവ് ചാറ്റിൽ നിങ്ങൾ മെൻഷൻ ചെയ്യുക. ഇതൊക്കെ വായിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ലോകമെമ്പാടുമുള്ള ഒത്തിരി സ്ഥലങ്ങളിൽ നിന്നാണ് ബ്ലെസ്സിങ് ടുഡേ ഗ്ലോബൽ ഫാമിലി ജോയിൻ ചെയ്യുന്നത്. സോ വി വെൽക്കം യു ഓൾ ഇൻ ദ പ്രഷ്യസ് നെയിം ഓഫ് ജീസസ്. നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്ന് നമുക്ക് വൈപ്പിൽ നിന്നൊരു കോ സ്പോൺസറാണുള്ളത്. ഇന്ന് ആ ബ്രദർ സ്പോൺസർ ചെയ്യാൻ കാരണം തൻ്റെ സഹോദരൻ്റെ ജന്മദിനമാണ്. സോ മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. നമുക്ക് ഒരുമിച്ച് ഈ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ സഹോദരൻ രക്ഷിക്കപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഈ ബർത്ത്ഡേ സമ്മാനമായി ഈ വർഷം തന്നെ കർത്താവ് എൻകൗണ്ടർ ചെയ്യണമേ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ഹിതപ്രകാരം ഒരു വലിയൊരു ഓപ്പണിങ് ആ മകൻ്റെ ലൈഫിൽ സ്പിരിച്വലി നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ വിവാഹം നടക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. കർത്താവ് അതിനു വേണ്ടിയുള്ള സകല തടസ്സങ്ങളും മാറിപ്പോകട്ടെ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ വൈപ്പിൻ ദേശത്തിൽ വലിയൊരു ഉണർവ് വരുവാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. കർത്താവെ അത് സംഭവിക്കട്ടെ. അപ്പോൾ തന്നെ ലിബിൻ എന്ന് പറയുന്ന വ്യക്തിയുടെ മദ്യപാനം പൂർണ്ണമായി മാറിപ്പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാ നാമത്തിൽ ക്രിസ്തുവിലുള്ള ഒരു സ്വാതന്ത്ര്യം ആ മകനെ ലഭിക്കട്ടെ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ബ്ലെസ് ചെയ്യുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തതിന് ഒരുപാട് നന്ദി. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇതുപോലെ എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ അതിനുള്ള ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആമേൻ. ഗോഡ് ബ്ലെസ് യു. നമുക്ക് ഈ ദിവസങ്ങളിൽ ചില അതിശക്തമായ മീറ്റിംഗ്സ് നടക്കുകയാണ്. നമുക്ക് ഈ വരുന്ന സൺഡേ ട്രിവാൻഡ്രത്ത് സിസ്റ്റർ ഷമ ഡാമിൽ വന്ന് ശുശ്രൂഷിക്കുന്നു. നമുക്ക് എക്സാം ബ്ലെസ്സിങ് പ്രെയർ എസ്പെഷ്യലി നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന ഞായറാഴ്ചയാണ്. അതുകൊണ്ട് പരീക്ഷ എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികളും ഈ ആഴ്ച ട്രിവാൻഡ്രം ബ്ലെസ്സിങ് സെൻറ്ററിൽ നിങ്ങൾ നേരിട്ട് വരിക. കഴിഞ്ഞ ദിവസമായിരുന്നു കൊച്ചിയിലുള്ള എക്സാം ബ്ലെസ്സിങ് പ്രെയർ. ട്രിവാൻഡ്രത്തിന് വേണ്ടി മാത്രം ഈ ആഴ്ച നടക്കുന്നു. ആമേൻ. അപ്പോൾ തന്നെ നമുക്ക് ഈ വരുന്ന ആഴ്ചയിൽ നമ്മുടെ ലണ്ടനിൽ നമുക്ക് ദ ഗ്യാതറിംഗ് എന്ന പേരിൽ ഒരു അതിശക്തമായ ഒരു മീറ്റിംഗ് നടക്കുന്നു. അതുകൊണ്ട് ഈ ലണ്ടനിലുള്ള വ്യക്തികൾ, UK വ്യക്തികൾ, നിങ്ങൾ നേരിട്ട് വന്ന് ചേരുക. വലിയ അത്ഭുതങ്ങൾ ലണ്ടനിൽ നമ്മൾ കാണാൻ പോവുകയാണ്. ആമേൻ. നെക്സ്റ്റ് വീക്ക് നമുക്ക് ദുബായിലും അപ്പോൾ തന്നെ ഖത്തറിലും നമ്മുടെ മീറ്റിംഗ്സ് ഉണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതായിരിക്കും. സോ ഈ മീറ്റിംഗ്സ് എല്ലാം നിങ്ങൾ കുറിച്ച് വെക്കുക, നിങ്ങൾ വരിക, മറ്റുള്ളവരെ ഇൻവൈറ്റ് ചെയ്യുക. കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ്. ആമേൻ. ഗോഡ് ബ്ലെസ് യു. നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ വചന സന്ദേശത്തിലേക്ക് പ്രവേശിക്കാം. വെൽക്കം ബാക്ക്. ഇന്ന് ഫെബ്രുവരി 16 തിങ്കളാഴ്ച. എല്ലാവരും ഡിവോഷണൽ ഡയറി എടുക്കുക. അതിൽ ഫോക്കസ് വേർഡ്, ഫോക്കസ് വേഴ്സ്, ഡെക്ലറേഷൻ, ബൈബിൾ റീഡിംഗ് പ്ലാൻ ഇതെല്ലാം കയ്യിലുള്ളവർ അത് ഫോളോ ചെയ്യുക. ഇനി ആരുടെയും കയ്യിലില്ലെങ്കിൽ ഈ വർഷം ഇനി ഈ ഡയറി ലഭ്യമല്ല. അടുത്ത വർഷം ദൈവം അനുവദിച്ചാൽ ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ ചെയ്യാൻ ആഗ്രഹമുണ്ട്. എല്ലാവരും കൂടി ഉത്സാഹിച്ചാൽ ഹിന്ദിയിലൊക്കെ വരും. ഓൾ റൈറ്റ്. സോ ഫോക്കസ് വേർഡ് എല്ലാവരും ചേർന്നങ്ങ് വായിച്ചാലോ. ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്: ഫെയ്ത്ത് ഇൻ ദ സ്റ്റോം. കൊടുങ്കാറ്റിലെ വിശ്വാസം. കൊടുങ്കാറ്റിലെ വിശ്വാസം. ഫോക്കസ് വേർഡ്സ് ഇങ്ങനെയാണ്. ഐസയ 43 ആൻഡ് വേഴ്സ് നമ്പർ 2 ഒത്തിരി പേർക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വചനമാണ്. വെൻ യു പാസ് ത്രൂ ദ വാട്ടേഴ്സ് ഐ വിൽ ബി വിത്ത് യു. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടി ഇരിക്കും. ഒരു വലിയ ഹല്ലേലൂയ പറഞ്ഞു. And when you pass through the rivers, they will not sweep over you. നീ നദികളിലൂടെ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയില്ല, അത് നിൻ്റെ മുകളിലൂടെ കവിഞ്ഞൊഴുകുകയില്ല. യെശയ്യാവ് 43:2. വാവ്. ആ ഫോക്കസ് വേർഡ് ഇപ്പോൾ തന്നെ എല്ലാവരും കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്യുക. ഫെയ്ത്ത് ഇൻ ദ സ്റ്റോം.
കൊടുങ്കാറ്റിലെ വിശ്വാസം. ഡെക്ലറേഷൻ നമുക്ക് ഒരുമിച്ച് പറയണം, കൊണ്ട് പറയണം. എൻ്റെ ഒരു റിക്വസ്റ്റാണ്, വീട്ടിലാരും ഇല്ലെങ്കിൽ അല്ലെങ്കിൽ മുറിയൊക്കെ അങ്ങ് അടച്ചിട്ട് ഈ വചനവും അന്നത്തെ പ്രഖ്യാപനവും അതുപോലെ അന്നത്തെ ഫോക്കസ് വേർഡൊക്കെ ഉറക്കെ കാഹളം പോലെ ശബ്ദമുയർത്തി ഉറക്കെ പറയണം. ഞാനതൊക്കെ ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ സാധാരണ പ്രാർത്ഥിക്കുന്ന സമയത്ത് വാതിലൊക്കെ അങ്ങ് അടച്ചിട്ട് ഉറക്കെ അങ്ങ് പറയും. ചില സമയത്ത് വണ്ടി ഓടിക്കുന്ന സമയത്ത് ആരും കേൾക്കാനില്ലല്ലോ, ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ ഉറക്കെ വിശ്വാസത്തിൻ്റെ വചനങ്ങൾ പറയും, പ്രവചന ദൂതുകൾ പറയും, ഉറക്കെ ദൈവത്തോട് പ്രാർത്ഥിക്കും. പ്രഖ്യാപനം ഇങ്ങനെയാണ്: ഈവൻ ഇൻ ദ സ്റ്റോം ഐ എം സെക്യൂർ ഇൻ ഗോഡ്സ് പ്രസൻസ്. ഒരു കൊടുങ്കാറ്റിൻ്റെ നടുവിൽ പോലും ദൈവ സാന്നിധ്യത്തിൽ ഞാൻ സുരക്ഷിതനാണ് അല്ലെങ്കിൽ സുരക്ഷിതയാണ്. ബ്രേക്ക് ത്രൂ ഈസ് ബ്രൂയിങ് ബിനീത്ത് ദ വേവ്സ്. ഈ തിരമാലകളുടെ അടിയിൽ ഭയങ്കരമായ വിടുതൽ ഇങ്ങനെ ഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തിരമാലകൾ നമ്മളെ മുക്കിക്കളയുമല്ല ചെയ്യാൻ പോകുന്നത്, അത് നമ്മളെ വിടുതൽ, ഒരു തടസ്സങ്ങളെ ഭേദിച്ച് പുറത്തു വരുവാനുള്ള ആ കൃപ, അതിനുള്ള ആ വിടുതൽ തിരമാലകളുടെ ഉള്ളിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ബൈബിൾ റീഡിംഗ് പ്ലാൻ അനുസരിച്ചാൽ ഇന്നത്തെ വചനഭാഗം എല്ലാവരും വായിച്ച് ടിക്ക് ചെയ്യണേ. സോ ഫെയ്ത്ത് ഇൻ ദ സ്റ്റോം ആണ് ഇന്നത്തെ ഫോക്കസ്. അതിനെക്കുറിച്ച് 4 കാര്യങ്ങൾ നിങ്ങളോട് പറയാം. നമ്പർ 1, എല്ലാവരും എഴുതുക. അതുപോലെ കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്യുക. ഇതിടാൻ പറ്റുന്നവർ ഇംഗ്ലീഷിലോ മലയാളത്തിലോ അന്യഭാഷയിൽ മാത്രം ഇടരുത്. നമ്പർ 1, സ്റ്റോംസ് ആർ പാർട്ട് ഓഫ് ദ ജേർണി, നോട്ട് ദ എൻഡ് ഓഫ് ഇറ്റ്. കൊടുങ്കാറ്റുകൾ നമ്മുടെ യാത്രയുടെ ഒരു ഭാഗമാണ്, അതിൻ്റെ അവസാനമല്ല. കൊടുങ്കാറ്റ് വന്നു അതോടെ എല്ലാം തീർന്നു, അങ്ങനെ ചിന്തിക്കരുത്. ജീവിതയാത്രയിൽ കൊടുങ്കാറ്റുകൾ ആ യാത്രയുടെ ഒരു ഭാഗമാണ്. കൊടുങ്കാറ്റുകൾ യാത്രയിൽ അടിക്കും, പക്ഷെ അത് പര്യവസാനമല്ല. സ്റ്റോംസ് ഡു നോട്ട് മീൻ ഗോഡ് ഹാസ് അബാൻഡൻഡ് യു. ഒരു കൊടുങ്കാറ്റ് വന്നാൽ അതിൻ്റെ അർത്ഥം അതോടെ ഞാൻ തീർന്നു അല്ലെങ്കിൽ ദൈവം എന്നെ ഉപേക്ഷിച്ചു എന്നല്ല. കൊടുങ്കാറ്റ് പല രീതിയിൽ വരാം. ഒന്ന്, യോന ദൈവത്തിൻ്റെ ബുക്ക് ഓഫ് ജോനയിലുള്ളത്, ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് എതിരെ നിനവയിലേക്ക് പോകാൻ പറയുന്നു, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ തർശീഷിലേക്ക് പോകുന്നു. അങ്ങനെ ദൈവം ഒരു കൊടുങ്കാറ്റടിപ്പിച്ച് അവനെ തിരിച്ച് മാനസാന്തരപ്പെടുത്തി ശുശ്രൂഷയിൽ കൊണ്ടുവന്നു. അങ്ങനത്തെ കൊടുങ്കാറ്റുണ്ട്. ശത്രു അയക്കുന്ന കൊടുങ്കാറ്റുണ്ട്, പിശാച് ഉളവാക്കി നശിപ്പിക്കാൻ വേണ്ടിയുള്ളത്. യേശു തൻ്റെ ശിഷ്യന്മാരോട് അക്കരയ്ക്ക് പോകാൻ പറയുന്നു. കർത്താവിൻ്റെ വാക്ക് കേട്ടനുസരിച്ചാണ് അവർ പോകുന്നത്. എന്നിട്ട് കൊടുങ്കാറ്റടിച്ചു. അത് പിശാച് വരുത്തുന്ന കൊടുങ്കാറ്റാണ്. ഇങ്ങനെ 2 രീതിയിൽ കൊടുങ്കാറ്റുണ്ടാവും. ഏതായാലും ഏത് കൊടുങ്കാറ്റായാലും രക്ഷയുണ്ട്. വാവ്, പറഞ്ഞ് ശ്രദ്ധിച്ചായിരുന്നു? നിങ്ങളുടെ ജീവിതത്തിൽ പിശാച് കൊണ്ടുവരുന്ന കൊടുങ്കാറ്റായാലും ദൈവം അനുവദിച്ചിട്ട് വരുന്ന കൊടുങ്കാറ്റായാലും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ബാക്കി ഒരു വലിയൊരു ഹല്ലേലൂയ പറഞ്ഞ് തീർക്കുക. ആമേൻ. They are often the pathway through which God reveals His power and faithfulness. യഥാർത്ഥത്തിൽ ഈ കൊടുങ്കാറ്റുകൾ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ശക്തിയും വിശ്വസ്തതയും തെളിയിക്കുവാനുള്ള ചില പാതകളായിട്ട് വേണം കണക്കാക്കാൻ. യെശയ്യാവിൻ്റെ പുസ്തകം 43:2 നമ്മൾ വായിച്ചു, When you pass through the waters, I will be with you. ഏത് കൊടുങ്കാറ്റായാലും, പിശാച് അയച്ചാലും ശരി, ദൈവം അയച്ചാലും ശരി, കർത്താവ് നമ്മളെ കൈവിടുന്നില്ല. യോന ദൈവത്തിനെതിരെ പോയിട്ടും ദൈവം ഫോളോ അപ്പ് ചെയ്തു. ഇപ്പം നമ്മൾ സഭകളിലൊക്കെ വരുന്നവരെ ഫോളോ അപ്പ് ചെയ്യും. ആദ്യമായിട്ട് വരുന്നവരെ ഫോളോ അപ്പ് ചെയ്യും. ചർച്ചിൽ വരുന്നില്ല അവരെ ഫോളോ അപ്പ് ചെയ്യും, വിളിക്കും. അതിൻ്റെ അർത്ഥം അതുപോലെ ഏറ്റവും നല്ല ഫോളോ അപ്പ് ചെയ്യുന്നത് നമ്മുടെ ദൈവമാണ്. അനേക വർഷങ്ങളായി കർത്താവ് എന്നെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുക, ഇതുവരെ കൈവിട്ടിട്ടില്ല, വിടാനും പോകുന്നില്ല. സഭകളിലൊക്കെ ശുശ്രൂഷകരൊക്കെ ചില ഫോളോ അപ്പൊക്കെ മറന്നു പോകും. ഞാൻ ചിലരോട് ചോദിക്കും, നമ്മുടെ ശുശ്രൂഷ അയാളെ വിളിച്ചോ ഇയാളെ വിളിച്ചോ നോക്കിയോ? നമുക്കൊരു ചാർട്ടും ട്രാക്ക് റെക്കോർഡൊക്കെ ഉണ്ട്, പക്ഷേ പലരും വീഴ്ചകൾ വരുത്താറുണ്ട്. മാനുഷികമാണത്. എന്നാൽ കർത്താവ് ഒരിക്കലും ഫോളോ അപ്പ് അവസാനിപ്പിക്കുകയില്ല. John 16:33 In this world you will have trouble. ഈ ഭൂമിയിൽ നിങ്ങൾക്ക് കഷ്ടം ഉണ്ട്. ചില ട്രാൻസ്ലേഷനുകളിൽ ട്രബിൾ എന്ന സ്ഥലത്ത് ട്രിബുലേഷൻ എന്നാണ്.
ഉപദ്രവം ഉണ്ടാകും. സാം 66 വേഴ്സ് നമ്പർ 12. സങ്കീർത്തനങ്ങൾ 66:12. വി വെൻ ത്രൂ ഫയർ ആൻഡ് വാട്ടർ ബട്ട് യു ബ്രോട്ട് us ടു എ പ്ലേസ് ഓഫ് അബൻഡൻസ്. വാവ്, കയറിപ്പിടിച്ചോളണേ. ഇത് നല്ലൊരു വചനമാണ്. കയറിപ്പിടിച്ചോളണം. നിങ്ങളുടെ ബുക്ക് എടുത്ത് ഹൈലൈറ്റ്, ബൈബിൾ എടുത്ത് അതിൽ ഹൈലൈറ്റർ കൊണ്ട് ഹൈലൈറ്റ് ചെയ്യുക. ഞാൻ സാധാരണ ചെയ്യുന്ന അങ്ങനെയാണ്. എൻ്റെ ബൈബിൾ, ഡിജിറ്റൽ ബൈബിളാണേലും ഹാർഡ് കോപ്പി ബൈബിളാണേലും ഞാൻ ഹൈലൈറ്ററുകൾ ഉപയോഗിച്ച് ഇതൊക്കെ ഹൈലൈറ്റ് ചെയ്യും, അണ്ടർലൈൻ ചെയ്യും, മാർജിനൽ നോട്ട്സ് എഴുതുകയൊക്കെ ചെയ്യാറുണ്ട്. ഓൾറൈറ്റ്. അപ്പോൾ 66-ാം സങ്കീർത്തനം 12-ാമത്തെ വചനത്തിൽ പറയുന്നത് വി വെൻ ത്രൂ ഫയർ ആൻഡ് വാട്ടർ. ഞങ്ങൾ തീയിലൂടെയും വെള്ളത്തിലൂടെയും കടന്നുപോയി. ബട്ട് യു ബ്രോട്ട് us ടു എ പ്ലേസ് ഓഫ് അബൻഡൻസ്. എന്നാൽ ഒരു സമൃദ്ധിയുടെ ദേശത്തേക്ക് നീ ഞങ്ങളെ കൊണ്ടുവന്നു. അഭിവൃദ്ധിയുടെ ഇടത്തേക്ക് നീ ഞങ്ങളെ കൊണ്ടുവന്നു. അനുഭവ സാക്ഷ്യമാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ തീയുടെ അനുഭവത്തിലൂടെ അല്ലെങ്കിൽ തീച്ചൂളയുടെ അനുഭവത്തിലൂടെ പോകാം. എന്ന് പറഞ്ഞാൽ പൊള്ളുകയാണ്, വേവുകയാണ്, രാത്രി ഉറങ്ങാൻ കഴിയുന്നില്ല, എന്തോ തീയിൽ കിടന്ന് അതുപോലുള്ള അനുഭവങ്ങൾ, വേദനകൾ, പ്രശ്നങ്ങൾ, ആധി, എരിച്ചിലുകൾ, നെരിപ്പോട് പോലുള്ള അനുഭവങ്ങൾ ഒക്കെ വരാം. സഹോദരന്മാരെ ഇതൊക്കെ എല്ലാവർക്കും ഈ ഭൂമിയിലുണ്ടാകും. അതുകൊണ്ട് പത്രോസ് പറയുന്നത് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധനയിൽ എന്താ പറയുന്നത്, ഒരു അഗ്നിപരിശോധന പോലെ ഒന്ന് വന്നാലും, ഒരു ഓർഡിയൽ വന്നാലും നിങ്ങൾ അതിശയിച്ച് പോകരുത്. കാരണം ക്രിസ്തീയ ജീവിതത്തിൽ അതുണ്ട്. ഈ ഭൂമിയിൽ നിങ്ങൾക്ക് കഷ്ടം ഉണ്ട്. പക്ഷേ സാക്ഷ്യം അതിനുശേഷം പോയവർ പറയുന്നത് ഇങ്ങനെയാണ്, നീ തീയിലൂടെ പോകും, പക്ഷെ അത് നിന്നെ വേവിച്ച് കളയില്ല. ഞാൻ അങ്ങോട്ട് ഉള്ളത് പറഞ്ഞോട്ടെ, മുഖത്ത് നോക്കി. തീയിലൂടെ നീ പോകും, പക്ഷെ തന്തൂരി ആവില്ല. ഹലോ, തീയുടെ അനുഭവത്തിലൂടെ പോയാലും നീ തന്തൂരിയായിട്ട് പുറത്ത് വരില്ല, നീ സ്റ്റേക്കായിട്ട് മാറില്ല. വെള്ളത്തിലൂടെ നീ പോവും, പക്ഷേ വെള്ളം കുടിച്ച് ശ്വാസകോശത്തിൽ വെള്ളം കയറി വയറ് വീർത്ത് ചത്ത് മലർന്ന് കിടക്കുകയില്ല. അതിനുള്ള പരിപാടിയെല്ലാം കർത്താവ് ചെയ്തിട്ടുണ്ട്. യു ബ്രോട്ട് us ടു എ പ്ലേസ് ഓഫ് അബൻഡൻസ്. നീ ഞങ്ങളെ ഒരു സമൃദ്ധിയുള്ള നല്ല ഒരു ദേശത്തെ കൊണ്ടെത്തിച്ചു. അപ്പോൾ ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മുടെ എൻഡ് റിസൾട്ട് എന്താ, നമ്മൾ എവിടെയാണ് എത്തിച്ചേരുന്നത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എ ഷിപ്പ് ഈസ് ബിൽറ്റ് ഫോർ സ്റ്റോംസ്. ഒരു കപ്പൽ ഡിസൈൻ ചെയ്യുമ്പോൾ, കപ്പൽ ഉണ്ടാക്കുമ്പോൾ, ഇവിടെ കൊച്ചിൻ ഷിപ്പ് യാർഡുണ്ട്, അതുപോലെ ലോകത്തിൽ അനേക കപ്പൽ നിർമ്മാണശാലകളുണ്ട്. ഒരു കപ്പൽ ഉണ്ടാക്കുമ്പോൾ അതിനെ ഡിസൈൻ ചെയ്യുന്നത് ഇറ്റ് ഈസ് നോട്ട് ഡിസൈൻഡ് ഓർ ഷേപ്ഡ് ഓർ മാനുഫാക്ചർഡ് ഫോർ ഡ്രൈ ലാൻഡ്, അല്ലേ? ഒരു കരയിൽ എവിടെയെങ്കിലും ഇങ്ങനെ കൗതുകവസ്തു പോലെ വെച്ചുകൊണ്ടിരിക്കാനല്ലല്ലോ. ഇറ്റ് ഈസ് ഡിസൈൻഡ് ഫോർ സ്റ്റോംസ്. ഭയങ്കര കൊടുങ്കാറ്റ് വന്നാലും പിടിച്ചു നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഡിസൈനാണ് കപ്പൽ നിർമ്മാതാക്കൾ അതിന് കൊടുക്കുന്നത്. സ്റ്റോംസ് പ്രൂവ് ദ സ്ട്രെങ്ത് ഓഫ് ദ വെസൽ. കൊടുങ്കാറ്റടിക്കുമ്പോഴാണ് ഈ കപ്പലിൻ്റെ ശക്തി തിരിച്ചറിയുന്നത്. ഇൻ ദ സെയിം വേ ഫെയ്ത്ത് ഈസ് റിവീൽഡ് വെൻ വേവ്സ് റൈസ്. നമ്മുടെ വിശ്വാസം, ഇതിനെ നമ്മൾ വിശ്വാസ കപ്പൽ എന്നാണ് വിളിക്കുന്നത്. ഈ ഫെയ്ത്ത് ഈസ് റിവീൽഡ് വെൻ വേവ്സ് റൈസ്. തിരമാലകൾ കുതിച്ചുയരുമ്പോഴാണ് വിശ്വാസം തെളിയിക്കപ്പെടുന്നത്. ശ്രദ്ധിച്ചായിരുന്നോ? തെളിയിക്കപ്പെടുന്ന അവിടെയാണ്. ഹല്ലേലൂയ. വിശ്വാസത്തിൻ്റെ കപ്പൽ, ഷിപ്പ് ഓഫ് ഫെയ്ത്ത് എന്ന് പറഞ്ഞുകൊണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു ഞായറാഴ്ച പ്രസംഗിച്ച് ഇന്ന് ഓർക്കും. നമ്മുടെ ടെൻ്റൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് ഞാൻ പ്രസംഗിച്ചതാണ്. ഒരു വിശ്വാസ കപ്പൽ. അതുകൊണ്ട് ആ കപ്പൽ, വിശ്വാസ കപ്പലിലെ വിശ്വാസം വെളിപ്പെടുന്നത് എപ്പോഴാണ്? കൊടുങ്കാറ്റടിക്കുമ്പോഴാണ്. നമ്പർ 2 എഴുതുക. ഗോഡ്സ് പ്രസൻസ് ഈസ് ഗ്രേറ്റർ ദാൻ ദ സ്റ്റോം. ദൈവസാന്നിധ്യം കൊടുങ്കാറ്റിനേക്കാൾ മഹത്തായതാണ്. കൊടുങ്കാറ്റിൻ്റെ ഉള്ളിലും ദൈവസാന്നിധ്യം ഉണ്ടായിരിക്കും. കേൾക്കുന്നുണ്ടോ? ഒരു ഘട്ടത്തിൽ ശിഷ്യന്മാരൊക്കെ പോകുമ്പോൾ അതിനകത്തെ യേശു കർത്താവ് കുഷൻ വെച്ച് ഉറങ്ങുന്നുണ്ടായിരുന്നു. മറ്റൊരു സമയത്ത് ഇവർ കാറ്റിലും കോളിലൊക്കെ പെട്ട സമയത്ത് യേശു കർത്താവ് വെള്ളത്തിൻ്റെ മീതെ നടന്ന് കയറി വന്നു. എൻ്റെ അർത്ഥം,
യു വിൽ നെവർ മിസ് ജീസസ്, യു വിൽ നെവർ മിസ് ഗോഡ് ഇൻ യുവർ സ്റ്റോം. കൊടുങ്കാറ്റിനുള്ളിൽ ദൈവത്തെ ഒരിക്കലും നഷ്ടപ്പെടാൻ പോകുന്നില്ല, അല്ലെങ്കിൽ ദൈവം ഇല്ലാതെ പോവില്ല, ദൈവം ആബ്സെൻ്റ് ആവില്ല. ഫെയ്ത്ത് ഇൻ ദ സ്റ്റോം റെസ്റ്റ് ഓൺ ദ ട്രൂത്ത്. ഗോഡ് ഈസ് വിത്ത് അസ്. അപ്പോൾ ഈ കൊടുങ്കാറ്റിലെ വിശ്വാസം ഒരു വലിയ സത്യത്തിലാണ് ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നത്. എന്തുകൊണ്ട് വിശ്വസിക്കുന്നു? കൊടുങ്കാറ്റിനകത്ത് ഗോഡ് ഈസ് വിത്ത് അസ്. കർത്താവ് എന്നോട് കൂടെ ഉണ്ട്. നെഞ്ചിലിങ്ങനെ 2 കൈയും വെച്ചുകൊണ്ട് പറ, ദൈവം എന്നോട് കൂടെ ഉണ്ട്. പറ, 1000 പ്രാവശ്യം പറ. എല്ലാവരും ഇത് നിങ്ങൾ വിശ്വസിക്കുവാണെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഇപ്പോൾ തന്നെ ടൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഇതിന് ശേഷം ചിലപ്പോൾ നിങ്ങൾ എഴുതുമായിരിക്കും. അതിന് ശേഷം 25 പ്രാവശ്യമെങ്കിലും ഗോഡ് ഈസ് വിത്ത് മീ, കർത്താവ് എന്നോട് കൂടെയുണ്ട്, ദൈവം എന്നോട് കൂടെയുണ്ട്, ഇമ്മാനുവൽ. ടൈപ്പ് ചെയ്യുക. ഒത്തിരി പേര് അടിച്ചു വെക്കുക. ഹിസ് പ്രസൻസ് ഡസ് നോട്ട് റിമൂവ് ദ സ്റ്റോം ഇമ്മീഡിയറ്റ്ലി. എന്നാൽ ദൈവസാന്നിധ്യം പെട്ടെന്ന് കൊടുങ്കാറ്റിനെ എടുത്ത് മാറ്റില്ല. കൊടുങ്കാറ്റിൻ്റേതായ ഒരു ഉദ്ദേശമുണ്ട്. ബട്ട് ഇറ്റ് റിമൂവ്സ് ഫിയർ ആൻഡ് ഗിവ്സ് പീസ് വിതിൻ ദ സ്റ്റോം. എന്നാൽ അവിടെ സംഭവിക്കുന്നത്, ദൈവസാന്നിധ്യം തിരിച്ചറിയുന്ന ആ നിമിഷം ഭയം വിട്ടുപോകും. ഇതല്ലേ ആ ഘട്ടങ്ങളിലൊക്കെ സംഭവിച്ചത്. കർത്താവ് എഴുന്നേൽക്കുന്നു. കർത്താവ് എഴുന്നേറ്റ് കാറ്റിൻ്റെയും കടലിനെയും ശാസിക്കുന്നു. അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ മുകളിലൂടെ നടന്നു വരുന്നു. അവന് വഞ്ചിക്കകത്ത് കയറുന്നു. അവിടെയും ഒരു ശാന്തതയുണ്ടാകുന്നു. പക്ഷെ ഇവിടെയൊക്കെ ആദ്യം സംഭവിക്കുന്നത്, കർത്താവ് കൂടെ ഉണ്ടല്ലോ എന്ന ബോധ്യം, ഉൾബോധ്യം എപ്പോൾ വരുമോ അപ്പോൾ ഭയം വിട്ടുപോകും. ഭയം തോണിക്കകത്ത് നിന്നും പുറത്തേക്ക് കടലിലേക്ക് എടുത്ത് ചാടും. ഭയത്തിൻ്റെ ആത്മാവ് നമ്മളെ വിട്ടുപോകും. സാം 46 വേഴ്സ് നമ്പർ 1 ഒന്ന് വായിച്ചു നോക്കിയേ. സങ്കീർത്തനം 46:1. സാം 46 ആൻഡ് വേഴ്സ് നമ്പർ 1. ഗോഡ് ഈസ് എ റെഫ്യൂജ് ആൻഡ് സ്ട്രെങ്ത്. ദൈവം നമ്മുടെ സങ്കേതവും ബലവും ആകുന്നു. ഒന്ന് പറഞ്ഞേ, കേൾക്കട്ടെ, ഉറക്കെ പറ. ദൈവം നമ്മുടെ സങ്കേതവും ബലവും ആകുന്നു. വാഗൊണ്ട് പറ, ദൈവം നമ്മുടെ സങ്കേതവും ബലവും ആകുന്നു. ഈ സമയമുള്ളപ്പോൾ അത് ആദ്യം മുതൽ, അതായത് സങ്കീർത്തനം 46 മൊത്തം എടുത്ത് വായിച്ചേക്കണം. മത്തായി 8:26, മാത്യു 8:26 യേശു കൊടുങ്കാറ്റിനെ ശാന്തമാക്കുന്നു. വാവ്. ഹീബ്രൂസ് 13:5, എബ്രായലേഖനം 13:5 പറയുന്നത്, ഐ വിൽ നെവർ ലീവ് യു നോർ ഫോർസേക്ക് യു. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ല. ആവർത്തിച്ച പറയുന്നത്, ലീവ് ഫോർസേക്ക് അർത്ഥം ഒന്ന് തന്നെയാണ്. പക്ഷേ ഈ ആവർത്തിച്ച് എന്തിനിത് പറയുന്നത്, എന്തിനാണ് പറയുന്നതെന്ന് ചോദിച്ചാൽ, വിശ്വസിക്കാൻ വേണ്ടി. വിശ്വാസമില്ലാത്തവരോട് വിശ്വസിക്കാൻ വേണ്ടിയാണ്. കർത്താവ് പറയും, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയും. അത് എംഫസിസാണ്, സ്ട്രെസ് ചെയ്യുകയാണ്. തീർച്ചയായിട്ടും എന്നാലെങ്കിലും വിശ്വസിക്കും. കർത്താവ് ആണയിട്ട് പറയുന്നത് പോലെ പറയുകയാണ്. അപ്പോൾ കർത്താവ് ഒരിക്കലും നമ്മെ ഉപേക്ഷിക്കുകയോ കൈവിടുകയോ ചെയ്യില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എ ചൈൽഡ് ഈസ് നോട്ട് അഫ്രൈഡ് ഓഫ് തണ്ടർ വെൻ ഹോൾഡിങ് ദ ഫാദേഴ്സ് ഹാൻഡ്. ഒരു കുട്ടി, പിതാവ് അടുത്തുണ്ട്, ആ കുട്ടിയുടെ ഡാഡി അടുത്തുണ്ടെങ്കിൽ കയ്യിൽ കയറി പിടിച്ചാൽ ഇടിവെട്ടുവാണ്. ഇടിവെട്ടെന്ന് പറഞ്ഞാൽ വിറപ്പിക്കുന്ന ഇടിവെട്ടാണ്. പക്ഷേ സ്വന്തം ഡാഡിയുടെ കയ്യിൽ കയറി പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിൻ്റെ പേടി അങ്ങ് ആ സമയത്ത് മാറിപ്പോകും. ദ സ്റ്റോം ഇസ് ലൗഡ് ബട്ട് ദ ഫാദേഴ്സ് പ്രസൻസ് ഇസ് സ്ട്രോങ്ങർ. ഒരു പക്ഷേ ഈ കൊടുങ്കാറ്റ് വരുന്ന സമയത്ത് ഒരു ഭയങ്കര ഒരു സൗണ്ടുണ്ട്. ആ കാറ്റിൻ്റെ ഒരു ഭീകരമായൊരു ശബ്ദമുണ്ട് കൊടുങ്കാറ്റിൽ ആ എയറിൻ്റെ ഫോഴ്സ് മാത്രമല്ല, അതിഭീകരമായ സൗണ്ടാണ് കൊടുങ്കാറ്റിനുള്ളത്. ആ കൊടുങ്കാറ്റിൻ്റെ നടുവിൽ നമ്മുടെ കയ്യിൽ സ്വർഗത്തിലെ പിതാവ് പിടിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിച്ചാൽ, ഫീൽ ചെയ്താൽ, ഉടൻ തന്നെ നമ്മുടെ ഭയമെല്ലാം നമ്മെ വിട്ടുപോകും. നമ്പർ 3 എഴുതുക. സ്റ്റോംസ് ടെസ്റ്റ് ഫെയ്ത്ത് ആൻഡ് പ്രൊഡ്യൂസ് സ്പിരിച്വൽ സ്ട്രെങ്ത്. ഈ കൊടുങ്കാറ്റുകൾ നമ്മുടെ വിശ്വാസത്തെ പരിശോധിക്കും. ആൻഡ് പ്രൊഡ്യൂസ് സ്പിരിച്വൽ സ്ട്രെങ്ത്, എന്നിട്ട് ആത്മീയ ശക്തിയെ അത് ഉൽപ്പാദിപ്പിക്കും. കൊടുങ്കാറ്റ് വിശ്വാസത്തെ പരിശോധിക്കുകയും ആത്മീയ ശക്തിയെ ഉളവാക്കുകയും ചെയ്യുന്നു. സ്റ്റോംസ് റിഫൈൻ അവർ ട്രസ്റ്റ് ഇൻ ഗാഡ്. ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസത്തെ ഒന്നുകൂടെ അത് ശുദ്ധീകരിച്ച്
സൂപ്പറാക്കി മാറ്റും. ദേ ഷേക്ക് വാട്ട് ഈസ് ടെമ്പററി ആൻഡ് സ്ട്രെങ്തൻ വാട്ട് ഈസ് ഇറ്റേണൽ. അവ ചെയ്യുന്നത് എന്തെന്നറിയാമോ? താൽക്കാലികമായ സകലവും കുടഞ്ഞു കളയും, നിത്യമായതിനെ ശക്തീകരിക്കുകയും ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ അതിഭയങ്കരമായ കഷ്ടതയിലൂടെ പോകുന്ന ഒരാൾ ആ സമയത്ത് ഒരിക്കലും ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും ഒരിക്കലും ചിന്തിക്കില്ല, നിത്യതയെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങും. ഫെയ്ത്ത് ഗ്രോസ് ഡീപ്പർ വെൻ ഇറ്റ് ഈസ് എക്സസൈസ്ഡ് അണ്ടർ പ്രഷർ. വലിയ സമ്മർദ്ദത്തിൽ വിശ്വാസത്തെ പ്രയോഗിക്കുമ്പോൾ വിശ്വാസം വളരെ ആഴമുള്ളതായി മാറുകയാണ്. ചില വചനങ്ങൾ ഞാൻ തരാം. ജെയിംസ് ചാപ്റ്റർ 1 വേഴ്സ് നമ്പർ 2 and 3. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 2-3 വചനങ്ങളിൽ ദ ടെസ്റ്റിംഗ് ഓഫ് യുവർ ഫെയ്ത്ത് പ്രൊഡ്യൂസസ് പെർസിവിയറൻസ്. നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു. ഒത്തിരി കഷ്ടതകളിലൂടെ ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ നിങ്ങളൊരു വലിയ പ്രയാസത്തിലൂടെ പോവുകയാണെങ്കിൽ ദയവായി കമൻറ്റ് സെക്ഷനിൽ ഒന്ന് അടിച്ചിടാമോ? ഞാനൊരു വലിയ പ്രശ്നത്തിലൂടെ പോകുന്നു, ഞാനൊരു കഷ്ടതയിലൂടെ പോകുന്നു എന്ന് കമൻറ്റ് സെക്ഷനിൽ ഒന്ന് ടൈപ്പ് ചെയ്തിടാമോ? ഞാൻ അങ്ങനെ ടൈപ്പ് ചെയ്യുന്ന, ചിലർ ടൈപ്പ് ചെയ്യില്ലെന്നറിയാം, എങ്കിലും ഉള്ളിലറിയാം എനിക്ക് ഒരു വലിയ പ്രശ്നത്തിലൂടെ ഞാൻ പോകുന്നു. അങ്ങനെ പ്രശ്നത്തിലൂടെ പോകുന്ന എല്ലാവരെക്കുറിച്ചും എനിക്ക് നിങ്ങളുടെ മുഖത്ത് നോക്കി പറയാനുള്ളത്, ഐ ആം റിയലി ഹാപ്പി ഫോർ യു. ഈ കഷ്ടത സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണെന്ന് എഴുതിയിട്ടുണ്ട്. കാരണം ഇതിലൊക്കെ പിടിച്ചു നിന്ന് കഴിഞ്ഞാൽ ജീവകിരീടമാണ് കർത്താവ് തരാൻ പോകുന്നത്. സോ ഐ ആം റിയലി ഹാപ്പി ഫോർ യു. ഇതിലൂടെ പോകുന്നുണ്ടല്ലോ. പത്രോസ് യോഹന്നാനൊക്കെ പറഞ്ഞത്, കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ അവർ സന്തോഷിച്ചു. കോർട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നത് അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് വരുന്നത്. എന്തോ ഭയങ്കര ഗിന്നസ് ബുക്കിൽ പേര് ഇടം പിടിച്ചതുപോലെ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇവർ ഇറങ്ങി വരുന്നത്. കാരണം കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കാനുള്ള ഭാഗ്യം കിട്ടി. 1 പത്രോസ് 1:7 ഫെയ്ത്ത് പ്രൂഫ്ഡ് ജെനുവൈൻ. വിശ്വാസം യഥാർത്ഥത്തിലുള്ളതെന്ന് തെളിയിക്കപ്പെടുന്നു. 1 പത്രോസ് 1:7, ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 1 വേഴ്സ് നമ്പർ 7, റോമൻസ് 5:3 and 4 വായിച്ചു നോക്കണം. റോമാലേഖനം 5:3-4. ആ വാക്യം മൊത്തം ഞാൻ വായിക്കുന്നില്ല, പക്ഷേ എൻ്റെ പ്രസക്ത ഭാഗം മാത്രം പറയാം. സഫറിങ് പ്രൊഡ്യൂസസ് പെർസിവിയറൻസ്, ക്യാരക്ടർ ആൻഡ് ഹോപ്പ്. അവിടെ പറയുന്നത് നമ്മുടെ കഷ്ടതകൾ അത് സ്ഥിരോത്സാഹത്തെ, സ്ഥിരതയെ ഉളവാക്കുന്നു. ആ സ്ഥിരതയിൽ നിന്നും ക്യാരക്ടർ ഉണ്ടാകും, നല്ലൊരു ക്രൈസ്റ്റ് ലൈക്ക് ക്യാരക്ടറായി നമ്മൾ മാറുന്നു. ആൻഡ് ഹോപ്പ്, പ്രത്യാശ ഉണ്ടാകും. ഞാനൊരു കാര്യം പറയട്ടെ, ഒത്തിരി പേര് ധനികരാകാറുണ്ട്. ഒരുപക്ഷെ ചിലരൊക്കെ ചെറ്റക്കുടിലിൽ പിറന്ന് ഭക്ഷണം പോലും കഴിക്കാനില്ലാതെ, നല്ലൊരു വസ്ത്രമില്ലാതെ, ചിലപ്പോൾ വിദ്യാഭ്യാസമില്ലാതെ ചേരി പ്രദേശങ്ങളിലൊക്കെ വളരുന്ന ആളുകളുണ്ട്. ഒത്തിരി കഷ്ടതയുണ്ട്. അങ്ങനെയുള്ളവർ ചിലപ്പോൾ വഴിവിളക്കിൻ്റെ താഴെ ഇരുന്ന് പഠിക്കുക, ചിലപ്പോൾ സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല. ഇങ്ങനെയൊക്കെ വളരെ ജീവിതത്തിൽ കഷ്ടപ്പെട്ട് നരകതുല്യമായ ജീവിതത്തിലൂടെ പോയി കയറി വന്ന് ചിലർ കളക്ടേഴ്സാകും, ചിലർ വലിയ വലിയ സെലിബ്രിറ്റികളാകും. അങ്ങനെയുള്ളവർക്കൊരു ട്രാക്കുണ്ട്. അവർക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എവിടെയായിരുന്നു, എവിടെ എത്തി എന്നവർക്കറിയാം. സോ അങ്ങനെയുള്ളവർക്ക് എപ്പോഴും ദൈവത്തോട് നന്ദിയുണ്ടായിരിക്കും, ദൈവം നടത്തിയ വിധങ്ങളെക്കുറിച്ച് ഓർമ്മയുണ്ടായിരിക്കും. അവരൊത്തിരി അഹങ്കരിക്കില്ല. മാത്രമല്ല അവർക്കൊത്തിരി മെച്യൂരിറ്റി കാണും, അവർ സീസൺഡാണ്. എന്നാൽ ഇതൊന്നുമില്ലാതെ കഷ്ടപ്പെടാതൊക്കെ ചിലരങ്ങ് കയറിപ്പോകുന്നതാണ്. ചിലപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒത്തിരി ഡെപ്ത്ത് കാണില്ല, അവരുടെ അകത്ത് സോളിഡായിട്ടുള്ള പലതും കാണില്ല. സോ റോമലേഖനം 5:3-4 അതാ പറയുന്നത്. ഒത്തിരി കഷ്ടതയിലൂടെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അതിലൂടെ ഒരു സ്ഥിരതയുള്ളവായി, ഈവൻ വിശ്വാസത്തിൽ, ക്രിസ്തീയ ജീവിതത്തിൽ, ശുശ്രൂഷയിൽ, കൂടാതെ അവരുടെ സ്വഭാവം അതുപോലെ അകത്ത് ഫോം ചെയ്യുകയാണ്. മുത്ത് ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു മുത്തുച്ചിപ്പിയുടെ അകത്തോട്ട്, അവരുടെ ബോഡിക്കകത്തോട്ട് ഒരു മൺതരി പോലെ എന്തോന്ന് കയറുമ്പോൾ അതിൻ്റെ ഇറിറ്റേഷൻ കൊണ്ട് അതിനെ പുറന്തള്ളാൻ വേണ്ടിയുള്ള ശ്രമത്തിൽ അത് പുറപ്പെടുവിക്കുന്ന ഒരു സാധനമാണ് നല്ല പേളായിട്ട് മാറുന്നത്. സോ ഇതുപോലെ നമ്മുടെ ജീവിതത്തിലുള്ള അതിഭീകരമായ കഷ്ടതകളിൽ അതിജീവിക്കാനുള്ള പ്രാർത്ഥനയും ചിലപ്പോൾ ഉപവാസവും ശ്രമങ്ങളുമൊക്കെയാണ് നമ്മുടെ അകത്ത് മറ്റുള്ളവരുടെ സ്നേഹം
സഹമനുഷ്യരോടുള്ള ആദരവ്, കരുതൽ, ഇതൊക്കെ ഉളവാക്കിയെടുക്കുന്നത്. ഞാൻ കണ്ടിട്ടുണ്ട് ചിലപ്പോൾ മെൻ്റലി പ്രോബ്ലമുള്ള റിട്ടാർഡായിട്ടുള്ള കുട്ടികളൊക്കെ ജനിക്കുന്നവർ, അവരിൽ അധികം പേരും അതുപോലെ ദുരിതം അനുഭവിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ചില സ്ഥാപനങ്ങളൊക്കെ തുടങ്ങുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതുപോലെ പലതിലും. സോ മസിൽസ് ഗ്രോ ത്രൂ റെസിസ്റ്റൻസ്. നമ്മുടെ മസിലുകൾ, ബോഡി ബിൽഡേഴ്സ് ജിംനേഷ്യത്തിലൊക്കെ പോകുമ്പോൾ, ഫിറ്റ്നസ് ക്ലബ്ബിൽ പോകുമ്പോൾ എന്താ ചെയ്യുന്നത്? ആവശ്യത്തിലധികം വെയിറ്റ് എടുത്ത് അവർ പൊക്കുകയും എക്സസൈസ് ചെയ്യുകയും ചെയ്യുമ്പോൾ മസിലുകൾ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. ഫെയ്ത്ത് ഗ്രോസ് ത്രൂ ട്രയൽസ്. അതുകൊണ്ട് വിശ്വാസം വളരുന്നത് വലിയ പരിശോധനകളിലൂടെ പോകുമ്പോഴാണ്. വിതൗട്ട് പ്രഷർ ദർ ഇസ് നോ സ്ട്രെങ്ത്. സമ്മർദ്ദമില്ലാതെ ശക്തിയില്ല. പറഞ്ഞേ, ഒരു സമ്മർദ്ദത്തിലൂടെ പോകാതെ ഒരിക്കലും ശക്തി ഉണ്ടാകാൻ പോകുന്നില്ല. നമ്പർ 4, ലാസ്റ്റ് വൺ. എവ്രി സ്റ്റോം ക്യാരീസ് എ ഹിഡൻ ബ്രേക്ക് ത്രൂ. എല്ലാ കൊടുങ്കാറ്റുകളും, ഓരോ കൊടുങ്കാറ്റും അതിനുള്ളിൽ, ആ കൊടുങ്കാറ്റിനകത്ത് ഒരു വിടുതൽ ഇരിപ്പുണ്ട്, ഒളിഞ്ഞിരിപ്പുണ്ട്. നിങ്ങളോടാണ് പറയുന്നത്. ഇന്ന് നിങ്ങളിപ്പോൾ വലിയ പ്രശ്നത്തിലാണെങ്കിൽ ഓർക്കുക, അതിനകത്ത് നിങ്ങൾക്കുള്ള വിടുതൽ ആ കൊടുങ്കാറ്റിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. God often uses storms to move us into new seasons. ഒരു കൊടുങ്കാറ്റ് കഴിഞ്ഞാൽ പിന്നെ പുതിയ ഒരു സീസൺ ജീവിതത്തിൽ തുടങ്ങുകയാണ്. Hallelujah. What looks like chaos may be God rearranging circumstances for promotion, deliverance and testimony. ചിലപ്പോൾ നോക്കുമ്പോൾ ഒരു ആകപ്പാടെ കുഴഞ്ഞ് മറിഞ്ഞ ഒരു അവസ്ഥയാണെങ്കിൽ ദൈവം ചെയ്യുന്നത്, ദൈവം ഒരുപക്ഷെ അതിൻ്റെ പുറകിൽ നമ്മൾ ദൈവത്തെ കാണുന്നില്ല, പക്ഷേ ദൈവത്തിൻ്റെ അദൃശ്യകരങ്ങൾ ചില പുനഃക്രമീകരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടി? ജീവിതത്തിൽ ഒരു ഉയർച്ച ഉണ്ടാകാൻ, ജീവിതത്തിലൊരു വിടുതലുണ്ടാകാൻ, ജീവിതത്തിലൊരു സാക്ഷ്യവുമായി പുറത്തു വരാൻ. അപ്പോസ്തലപ്രവൃത്തികൾ 27-ാം അധ്യായം 41 മുതൽ 44 വരെ, ആക്ട്സ് 27:41-44. Paul's storm led to divine protection. പൗലോസ് ഒരു കപ്പലിലായിരുന്നു. ആ കപ്പലിൽ ഛേദമുണ്ടായി, കൊടുങ്കാറ്റടിച്ചു. വലിയ അപ്പസ്തലനാണെന്ന് ഓർക്കണം, ദൈവമായിട്ടൊക്കെ സംസാരിക്കുന്ന, അതുപോലെ 3-ാം സ്വർഗത്തിലൊക്കെ പോകുന്ന ആളാണ്. പക്ഷേ മെലീത്ത എന്ന് പറയുന്ന ഇന്നത്തെ മാൾട്ട ദ്വീപിൽ ചെന്ന് അടിയുന്നു. അവിടുത്തെ ആളുകളോട് സുവിശേഷം പറഞ്ഞ് അവിടെ രോഗസൗഖ്യങ്ങൾ നടക്കുന്നു, ഹീലിംഗ് ക്രൂസുകൾ നടക്കുന്നു. ഈ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ, ഇത്രയും വലിയ ഒരു ദൈവപുരുഷനാണോ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത്? ബൈബിളിൽ എഴുതിയിട്ടില്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു അവരെല്ലാവരും രക്ഷിക്കപ്പെട്ടു. കാരണം ഇതിനകത്തുള്ള 276 പേരെ ഞാൻ നിനക്ക് തന്നിരിക്കുന്നു എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഒരുപക്ഷെ പൗലോസ് അവിടെ നിന്ന് തീ കായുന്ന സമയത്തൊക്കെ പ്രസംഗിച്ച് ഇവരൊക്കെ രക്ഷിക്കപ്പെട്ട് ഒരുപക്ഷെ ആ വെള്ളത്തിൽ കൊണ്ടുപോയി അവരെ സ്ഥാനപ്പെടുത്തി കാണുമെന്നാണ് എൻ്റെ വിശ്വാസം. മർക്കോസ് 4:39 ജീസസ് റെബ്യൂക്ക് ദ വിൻഡ് ആൻഡ് സെഡ് പീസ് ബി സ്റ്റിൽ. മാർക്ക് 4:39 കർത്താവ് കാറ്റിനെ ശാസിച്ചു, എന്നിട്ട് പറഞ്ഞു ശാന്തമാകാം. അതുപോലെ ഉൽപ്പത്തി 50:20 കാണുന്നത് ഗോഡ് ഇൻറ്റൻഡഡ് ഇറ്റ് ഫോർ ഗുഡ്. നിങ്ങൾ ദോഷം ചെയ്തു, പക്ഷേ ദൈവം അത് ഗുണമാക്കി മാറ്റി. ഇപ്പോൾ ഒരു മഴ നോക്കുമ്പോൾ നാശം വിതയ്ക്കുന്നതാണല്ലോ. ഭയങ്കര പേമാരി പെയ്ത കേരള ഫ്ലഡൊക്കെ ഓർക്കുന്നുണ്ടോ? 2018, പിറ്റേ വർഷവും 2019 കുറേ ഉണ്ടായി. ബട്ട് ഇറ്റ് പ്രിപ്പേഴ്സ് ദ ഗ്രൗണ്ട് ഫോർ ഹാർവെസ്റ്റ്. ഈ മഴ ചിലർക്കത് ദോഷം ചെയ്യുന്നു പറഞ്ഞാലും ആ മഴയാണ് ഭൂമിയിൽ വിളവെടുപ്പിന് വേണ്ടി, ഒരു വലിയ വിളവിന് വേണ്ടിയുള്ള നിലത്തെ ഒരുക്കിത്തരുന്നത്. അത് ആവശ്യമാണ്. സ്റ്റോംസ് പ്രിപ്പയർ ദ ഹാർട്ട് ഫോർ ബ്രേക്ക് ത്രൂ. സ്റ്റോംസ് പ്രിപ്പയർ ദ ഹാർട്ട് ഫോർ ബ്രേക്ക് ത്രൂ. ഇതുപോലെ തന്നെ കൊടുങ്കാറ്റ് നമ്മുടെ ഹൃദയത്തെ ഒരു വലിയ വിടുതലിന് വേണ്ടി ഒരുക്കുകയാണ്. ഇപ്പോൾ കൊടുങ്കാറ്റ് നിങ്ങളുടെ ജീവിതത്തിൽ അടിക്കുവാണെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവം കൊടുങ്കാറ്റിനകത്തുണ്ട്. പേടിച്ച് കരയരുത്. ശിഷ്യന്മാർ കരഞ്ഞ പോലെ കരയേണ്ട ആവശ്യമില്ല. കർത്താവ് അതിന്, ആ കൊടുങ്കാറ്റിന് നടുവിൽ കർത്താവുണ്ട്. ഞാനാണ് പറയുന്നത്. മാത്രമല്ല ഈ കൊടുങ്കാറ്റ് നമ്മുടെ ഹൃദയത്തിൽ വലിയ വിടുതലിന് വേണ്ടി ഇപ്പോൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൊടുങ്കാറ്റിനകത്തുള്ള വിശ്വാസം, അതാണല്ലോ ഇന്നത്തെ ടോപ്പിക്. അതിൻ്റെ അർത്ഥം കൊടുങ്കാറ്റിനകത്തുള്ള വിശ്വാസം തിരമാലകളില്ലെന്നോ പ്രശ്നങ്ങളില്ലെന്നോ അതിനെ കണ്ടില്ലെന്ന് നടിക്കുക ഒന്നുമല്ല. ഇറ്റ് ഈസ് ട്രസ്റ്റിംഗ് ദ വൺ ഹു വാക്സ് ഓൺ വാട്ടർ. പകരം തിരമാലകളും കൊടുങ്കാറ്റും എല്ലാം ഉണ്ടെന്നേ, സുനാമി ഉണ്ടെന്നേ. പക്ഷേ ഈ വെള്ളത്തിൻ്റെ മേൽ തിരമാലകളുടെ തലമണ്ടയിൽ ചവിട്ടി വളരെ എലിഗൻ്റായി നടന്ന് വരാൻ കഴിവുള്ള
പ്രപഞ്ചത്തിൻ്റെ രചയിതാവിലുള്ള വിശ്വാസമാണ് അവിടുത്തെ ആധാരം എന്ന് പറയുന്നത്. ഗോഡ്സ് പ്രോമിസ് ഈസ് ഷുവർ. എന്തൊക്കെ പറഞ്ഞാലും ശരി, ദൈവത്തിൻ്റെ വാഗ്ദാനം നിശ്ചയമുള്ളതാണ്. ദ വാട്ടേഴ്സ് വിൽ നോട്ട് ഓവർവെൽം യു. ഒരിക്കലും വെള്ളം നിന്നെ മുക്കിക്കളയുകയില്ല. ആൻഡ് ദ റിവേഴ്സ് വിൽ നോട്ട് സ്വീപ്പ് യു അവേ. ഈ നദികൾ നിന്നെ ഒഴുകിക്കൊണ്ട് പോവുകയുമില്ല. അതൊക്കെ കർത്താവ് ചെയ്തോളും. ഹോൾഡ് ഫാസ്റ്റ് ടു ഹിസ് പ്രസൻസ്. ഈ ദൈവസാന്നിധ്യത്തോടങ്ങ് ശരിക്കും അങ്ങ് കയറി പിടിക്കുക. ആൻഡ് യു വിൽ എമേർജ് സ്ട്രോങ്ങർ, വൈസർ ആൻഡ് വിക്ടോറിയസ്. കൊടുങ്കാറ്റ് കഴിയുന്ന സമയത്ത് പറഞ്ഞല്ലോ, അനുഭവസാക്ഷി ഉണ്ടായിരിക്കും. അതോടൊപ്പം കൂടുതൽ ശക്തി, കൂടുതൽ ബുദ്ധി, കൂടുതൽ ജ്ഞാനം, കൂടുതൽ ജയത്തോടുകൂടെ പുറത്തു വരും. ചാടി എഴുന്നേറ്റ് 2 കൈ ഉയർത്തിപ്പിടിച്ച് വലിയ ഓയിൽ ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. സ്റ്റോംസ് ഡു നോട്ട് ക്യാൻസൽ ഗോഡ്സ് പർപ്പസ്. കൊടുങ്കാറ്റുണ്ട് എന്നതിൻ്റെ അർത്ഥം ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതികൾ ക്യാൻസലായി എന്നല്ല. ആമേൻ പറയാമോ? ദേ റിഫൈൻ ഇറ്റ്. ആ ദൈവിക ഉദ്ദേശങ്ങൾക്ക് വേണ്ടി നമ്മെ തന്നെ അങ്ങ് ശുദ്ധീകരിക്കും. ഇന്ന് വിശ്വാസത്തോടെ മുന്നിലേക്ക് ചുവടുകൾ വയ്ക്കുക. മാത്രമല്ല, ആ തിരമാലകളുടെ അടിയിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി തടസ്സങ്ങളെ ഭേദിച്ച് ഈ പ്രശ്നത്തിൽ നിന്ന് പുറത്തെടുത്ത് നിങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ കരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്തൊരു ഹല്ലേലൂയയോടെ പറഞ്ഞേ. കർത്താവ്, ജനങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ വചനങ്ങൾ ശക്തമാണ്, പ്രത്യാശ നൽകുന്നതാണ്, ഉറപ്പിക്കുന്നതാണ്, വിശ്വാസത്തിൻ്റെതാണ്. ഫെയ്ത്ത് ഇൻ ദ സ്റ്റോംസ്. കൊടുങ്കാറ്റുകളുടെ നടുവിലുള്ള വിശ്വാസം എല്ലാവരിലും വെളിവാകട്ടെ. പഠിക്കുന്ന വിദ്യാർത്ഥികൾ, ഇപ്പോൾ പോളിടെക്നിക്കിലൊക്കെ പഠിക്കുന്നവർ, എൻജിനീയറിങ്ങിന് പഠിക്കുന്നവർ, ഇപ്പോൾ നേഴ്സ് ആകാൻ വേണ്ടി പഠിക്കുന്നവർ, ഇപ്പോൾ നേഴ്സ് ആയിട്ടുള്ളവർ, RN എക്സാം എഴുതാൻ പോകുന്നവർ, വിവിധ നിലകളിലുള്ളവർക്കായെല്ലാം ഞാൻ പ്രാർത്ഥിക്കുന്നു. വലിയ പ്രയാസങ്ങളുടെ മധ്യത്തിൽ വലിയ വിശ്വാസവും വെളിപ്പെട്ട് വരട്ടെ. രോഗികൾക്കായി പ്രാർത്ഥിക്കുന്നു. ഈ മൂക്കിൻ്റെ അകത്തെന്തോ പഴുപ്പൊക്കെ ബാധിച്ച ആരെയോ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ. ഈ കർത്താവിൻ്റെ പ്രത്യേകത ലവ് ആൻഡ് കമ്പാഷൻ ഉള്ളവനാണ്. അവൻ അങ്ങനെ കൈനീട്ടി ജനങ്ങളെ തൊടുന്നു, രോഗികളെ സൗഖ്യമാക്കുന്നു. മഹോദരം പോലെയുള്ള രോഗങ്ങൾ, ലിവർ സിറോസിസ് പോലെയുള്ള രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതുപോലെ ഈ ഡയബറ്റീസ് കൂടിയിട്ട് ഈ മുറിവുകൾ ഉണങ്ങാത്ത ശരീരങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. താങ്ക് യു ജീസസ്. അതുപോലെ ഈ ഫേസിൻ്റെ ഒരു ഭാഗത്ത് ഇങ്ങനെ സ്പാസംസ് പോലെ, ഇങ്ങനെ അതിനെ പറയേണ്ട, ഈ മസിലൊക്കെ ഇങ്ങനെ വലിഞ്ഞ് കോടിപ്പോവില്ല, അങ്ങനെയുള്ള പ്രയാസമുള്ള ആരൊക്കെയോ കർത്താവ് സൗഖ്യമാക്കും. ഹെപ്പറ്റൈറ്റിസ് B, C പോലെയുള്ള യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കൈനീട്ടുമ്പോൾ രോഗമെന്താണെങ്കിലും പ്രശ്നം എന്താണെങ്കിലും യേശുവിൻ്റെ കൈകളിൽ സമർപ്പിക്കുക. കർത്താവ് അങ്ങനെ ചെയ്തതിനായി നന്ദി, വിടുതൽ കൊടുത്തതിനായി നന്ദി. ആമേൻ. ബ്ലെസ്സിങ് ടുഡേ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഫേസ്ബുക്ക് ഫോളോ ചെയ്യണം. അതുപോലെ ഇതിൻ്റെ ലിങ്കുകൾ, യേശുവിനെക്കുറിച്ച് ലജ്ജയില്ലെങ്കിൽ, നാണമില്ലെങ്കിൽ നിങ്ങളുടെ വാട്സപ്പ് സ്റ്റേറ്റസിലിടുക, മറ്റുള്ളവർക്ക് ബ്രോഡ്കാസ്റ്റ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കറിയാവുന്ന ഗ്രൂപ്പുകളിലൊക്കെ ഇട്ട് കൊടുക്കണം. ഒത്തിരി രക്ഷപ്പെടട്ടെ. കൊടുങ്കാറ്റിന് നടുവിൽ ഇപ്പോൾ ആയിരിക്കുന്നവർ രക്ഷപ്പെടട്ടെ. നിങ്ങൾക്കായിരിക്കും പ്രതിഫലം. See you tomorrow. Bye-bye.